ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും കിഡീസ് മലയാളം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഈ ക്ലാസ്സിൽ എന്തൊക്കെയാ പഠിക്കാമെന്ന് അറിയോ കൂട്ടുകാർക്ക്? ഭക്ഷണമൊക്കെ കഴിച്ചോ എല്ലാവരും? മഴയൊക്കെ ഉണ്ടോ പുറത്ത്? എന്താ എല്ലാവരും പുറത്തേക്ക് നോക്കിയിരിക്കുന്നേ? ഇങ്ങോട്ട് ശ്രദ്ധിച്ചിരിക്കണേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്ന എന്തായിരുന്നു? വ്യഞ്ജനാക്ഷരങ്ങളും അതിൻ്റെ ഓരോ വാക്കുകൾ വെച്ചിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സാ വരെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ബാക്കി എഴുതിയാലോ? റെഡിയാണോ? ശ്രദ്ധിച്ചിരിക്കണേ. സാ സാ ഒന്ന് പറഞ്ഞേ. സാ ഹാ ലാ രാ റാ ഇക്ഷ. ഈ ക്ലാസ്സിൽ നമ്മൾ ഇത്രയാണ് എഴുതാൻ പഠിക്കുന്നതും ഇതുകൊണ്ടുള്ള ഓരോ വാക്കുകൾ പഠിക്കുന്നതും. ഓക്കെ അല്ലേ? അപ്പോൾ 2 ലൈനിൻ്റെ ബുക്കൊക്കെ എല്ലാവരും എടുത്ത് വെച്ചോ. നമുക്ക് ഓരോ വാക്കുകൾ വെച്ചിട്ട് എഴുതാം. അത് ഞാനിവിടെ എഴുതി തരാം. അത് കഴിഞ്ഞിട്ട് ബുക്കിലേക്ക് എഴുതിയാൽ മതിയേ, കേട്ടോ? അപ്പം നമ്മൾ ആദ്യം ഏത് അക്ഷര പഠിക്കുന്നേ? സായാണ്. സാ എഴുതാം. സാ എങ്ങനെ എഴുതുന്നതെന്ന് നോക്കാം കേട്ടോ. ശ്രദ്ധിച്ചിരിക്കണേ. ഇത് കണ്ടോ? ആദ്യം നമ്മൾ ഒരു റായ് എഴുതുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു റായ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ എന്തക്ഷരായി? നാ. നായാണല്ലേ? നാ എഴുതിയിട്ട് ഇങ്ങനെ മേളിലേക്ക് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം എന്തക്ഷരായി? സാ. ഇതെന്തക്ഷരാണ്? സാ. ശ്രദ്ധിച്ചിരിക്കേ. അപ്പോൾ പെട്ടെന്ന് എഴുതാൻ പറ്റും. നാ വരയ്ക്കും പോലെ കൊണ്ടുവന്ന് നേരെ മുകളിലേക്ക്, ആനയുടെ തുമ്പിക്കൈ പോലെ ഉണ്ടല്ലേ? നേരെ മേളിലേക്ക് വരയ്ക്കുമ്പോൾ എന്തക്ഷരായി? സാ. പറഞ്ഞേ കൂട്ടുകാരൊന്ന് പറഞ്ഞേ. സാ. അടുത്ത എഴുതാം. നമുക്ക് 2-3 പ്രാവശ്യം എഴുതാവേ, അപ്പോഴേ പഠിക്കത്തുള്ളേ. സാ. എങ്ങനെയാന്ന് മനസ്സിലായില്ലേ? നാ എഴുതിയിട്ട് ആനയുടെ തുമ്പിക്കൈ പോലെ മേളിലേക്ക് ഒരു വളവുണ്ടല്ലേ? നാ എഴുതി ഇങ്ങനെ. എന്തക്ഷരാണിത്? സാ. ശ്രദ്ധിച്ചിരിക്കണേ കൂട്ടുകാര്. നാ എഴുതി മുകളിലേക്ക്. സാ വെച്ചിട്ടൊരു വാക്ക് പറയാവോ? സാ വെച്ചിട്ട് സവാള. സവാള അല്ലേ? ഒരു വാക്കുകൂടി പറഞ്ഞേ. സർപ്പം. ശരിയാണേ. സർപ്പം ഒന്ന് എഴുതാം ഇവിടെ. നോക്കിയിരിക്കേ. സാ ഇർ ഇപ്പ എന്താണ്? സർപ്പം. മനസ്സിലായ കൂട്ടുകാർക്ക്? ഇതിലെവിടാ സാ വരുന്നേ? ആദ്യത്തെ അക്ഷരാണല്ലേ? ആദ്യത്തെ അക്ഷരം എന്താ വരുന്നത്? സാ. നമ്മൾ സാ എഴുതാൻ പഠിച്ചു. ഒന്ന് 2 ലൈനിലേക്ക് എഴുതി നോക്കിയേ. എഴുതാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാമല്ലോ. എഴുതുവോ? നാ എഴുതി മേളിലേക്ക് ഇങ്ങനെ തുമ്പിക്കൈ പോലെ. ശരിയായോ? തിരിച്ചേ ഒന്ന്. കറക്റ്റായി കേട്ടോ. നമുക്ക് അടുത്ത അക്ഷരം പഠിക്കാം. സാ വച്ചിട്ട് നമ്മൾ എന്തൊക്കെ വാക്കുകളാണ് പറഞ്ഞത്? സവാള. എഴുതണോ? സവാള എന്ന് എഴുതണോ? കാണിക്കാട്ടാ. സാ വാ. ദീർഘ ഇടുന്നുണ്ടല്ലേ? സവാള. സവാള. സവാള എന്ന് എഴുതുമ്പോഴത്തേക്കും ആദ്യത്തെ അക്ഷരാണല്ലേ സാ. സർപ്പം, സവാള. 2 വാക്കുകൾ പഠിച്ചല്ലേ? നമുക്ക് കൂടുതൽ വാക്കുകൾ എഴുതാൻ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ. ഇപ്പൊ സാ എഴുതാൻ പഠിച്ചോ മക്കള്? അപ്പൊ നമുക്ക് അടുത്ത അക്ഷരത്തിലേക്ക് പോയാലോ? ഹാ. ഹാ എഴുതാൻ ഭയങ്കര സിമ്പിളാണേ. നോക്കിയിരിക്കണേ. റാ എഴുതിയിട്ട് എന്താ ചെയ്യാ? നടുക്കൊരു വര വരയ്ക്കുന്നുണ്ടല്ലേ? എന്നിട്ട് നമ്മൾ വീണ്ടും ഒരു റായും കൂടി എഴുതുന്നുണ്ട്. ഇപ്പൊ എന്തക്ഷരായി? ഹാ. എന്തക്ഷരാണ്? ഹാ. പറഞ്ഞേ. ഹാ. ഹാ എഴുതാൻ സിമ്പിളാണല്ലേ? ഒരു റാ എഴുതി നേരെ ഒരു വര വരച്ച് വീണ്ടും ഒരു റായും കൂടി എഴുതുന്നുണ്ട്. എന്തക്ഷരാണ്? ഹാ. പറഞ്ഞേ. ഹാ. ഹാ വെച്ചിട്ടൊരു വാക്ക് പറയാവോ?
ഹാ വെച്ചിട്ട് ഹംസം. ഹംസം എഴുതാം നമുക്ക്. ഹംസം എന്ന് എങ്ങനെ എഴുതുന്നേ? നമ്മൾ ഹാ എഴുതിയിട്ട് അമ്മിൻ്റെ ചിഹ്നം ഇടും അല്ലേ? ഹം. ഹം സാ. സാ ഇപ്പം നമ്മൾ പഠിച്ചില്ലേ? സാ. വീണ്ടും ഒരു അമ്മിൻ്റെ ചിഹ്നം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അല്ലേ? അപ്പം എങ്ങനെ വായിക്കുന്നേ? ഹംസം. ഹരിതം പഠിച്ചോ കൂട്ടുകാര്? നമുക്ക് 2-3 പ്രാവശ്യം കൂടി എഴുതാൻ കേട്ടോ. താഴെ പെട്ടെന്ന് എഴുതാൻ പറ്റും. റാ എഴുതി, നേരെ വരച്ച് ഒരു റായും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടല്ലേ? അപ്പം എങ്ങനെ വായിക്കുക? ഹാ ഹംസം. ശ്രദ്ധിച്ചിരിക്കണേ. റാ എഴുതി, നേരെ വരച്ച് ഒരു റായും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം എന്ത് വാക്കായി? ഹാ. ഹായല്ലേ? പഠിച്ചോ കൂട്ടുകാര്? നോക്കണേ. റാ എഴുതി, നേരെ വരച്ച് ഒരു റായും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം എങ്ങനെയാ വായിക്കുക? ഹാ. ഹാ വെച്ചിട്ട് വാക്ക് എന്താണ്? ഹംസം. എഴുതി നോക്കിയേ. ശരിയാവുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാമല്ലോ. ഒന്ന് എഴുതി നോക്കിക്കേ. ഹാ എഴുതി നോക്കാം. എന്നിട്ട് നമുക്ക് അടുത്ത അക്ഷരത്തിലോട്ട് പോവാട്ടാ. എഴുതിക്കോ. എഴുതിയോ? തിരിച്ചേ ഒന്ന്. ശരിയായോ? ആ കുഴപ്പമില്ല. എഴുതി വരുമ്പോഴത്തേക്കും പഠിക്കും കേട്ടോ. അടുത്ത അക്ഷരം എഴുതാം നമുക്ക്. അടുത്ത അക്ഷരം എന്താണ്? ലായാണ്. ലാ. ലാ എഴുതാൻ സിമ്പിളാണ്. നമ്മൾ സ്വരാക്ഷരങ്ങളിൽ ഓ എഴുതാൻ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലേ? ഓ എങ്ങനെയായിരുന്നടാ എഴുതുന്നേ? ഓ. എന്തക്ഷരാണിത്? ഓ. ലാ എഴുതുന്ന എങ്ങനെയാ? ഇങ്ങനെ ഓ എഴുതുന്ന പോലെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഊവിടത്തില്ലേ? നമ്മൾ ഊവിൻ്റെ താഴെ ഇട്ടില്ലേ? അതുപോലെയാണ് കേട്ടോ. ഓ എഴുതിയിട്ട് ഊവിൻ്റെ താഴെ ഇടുന്ന പോലത്തെ കുനിപ്പാണത്. ലാ നമ്മൾ തവള എന്നൊക്കെ എഴുതൂലേ? അപ്പം ഈ ലായാണ് ഉപയോഗിക്കുന്നത്. എഴുതി നോക്കാം നമുക്കൊന്നും കൂടി. ഓ എഴുതിയിട്ട് ഓ എഴുതി നേരെ ഇങ്ങനെ താഴത്തേക്ക് കൊണ്ടുവരുന്നുണ്ടല്ലേ? ഊ എഴുതുന്ന പോലെ സ്വരാക്ഷരങ്ങളിൽ ഊ നമ്മൾ പഠിച്ചതാണ്. ഓയും നമ്മൾ പഠിച്ചതാണ് അല്ലേ? അപ്പം എങ്ങനെ എഴുതുന്നേ? ഇങ്ങനെ ഓ എഴുതി ഇങ്ങനെ. അപ്പം എന്തക്ഷരായി? എന്തക്ഷരായി ഇത്? ലാ. ലാ വെച്ചിട്ട് വാക്ക് എന്താണ്? തവള. തവളാന്ന് ഇവിടെ എഴുതട്ടെ. ത വ ള. ഇതിൽ ലാ എവിടാ വരുന്നേ? മൂന്നാമത്തെ അക്ഷരാണല്ലേ ലാ? എത്രാമത്തെയാണ്? മൂന്നാമത്തെ അക്ഷരാണ്. എന്താണ്? ലാ. പഠിച്ച കൂട്ടുകാര് ലാ എഴുതാനായിട്ട് ഓ എഴുതി ഇങ്ങനെ കൊണ്ടുവരണം അല്ലേ? അപ്പം എന്തക്ഷരാണ്? ലാ. എഴുതാൻ പറ്റുമോ? എഴുതാൻ പറ്റുമോ? എഴുതി നോക്ക്. എഴുതി നോക്കിക്കോട്ടാ. എഴുതിയോ? ശരിയായോ? ആ ശരിയായിട്ടുണ്ടേ. അപ്പോൾ ലാ വച്ചിട്ട് എന്ത് വാക്കാണ്? തവള. പഠിച്ചോ? ഓക്കെ അല്ലേ? അപ്പം നമ്മൾ എത്ര വാക്കുകൾ പഠിച്ചു ഇപ്പോൾ? സാ പഠിച്ചു, ഹാ പഠിച്ചു, ലാ പഠിച്ചു അല്ലേ? സാ വെച്ചിട്ട് ഏതൊക്കെ വാക്കുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു? സർപ്പം, സവാള. ഹാ വെച്ചിട്ട് എത്ര വാക്കുകൾ പഠിച്ചു? ഒരു വാക്കാണല്ലേ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നത്. ഹാ വെച്ചിട്ട് ഹംസം. എന്താണ്? ഹംസം. ലാ വെച്ചിട്ട് എന്ത് വാക്കാണ് നമ്മൾ പഠിച്ചത്? തവള. ത വ ള. ലാ വരുന്നത് മൂന്നാമതാണല്ലേ? മനസ്സിലായോ കൂട്ടുകാർക്ക്? നമുക്കപ്പോൾ അടുത്ത അക്ഷരം നോക്കിയാലോ. അടുത്ത അക്ഷരം എന്താണ്? ഴായാണ്. ഴ എഴുതാം നമുക്ക്. ഴ എങ്ങനെ എഴുതുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കണേ. നമ്മൾ റാ സാധാരണ എഴുതുന്നത് ഇങ്ങനെയാണല്ലേ? റാ നമ്മൾ മറിച്ചിടുന്നുണ്ട്. ഇങ്ങനെ മറിച്ചിട്ടിട്ട് കണ്ടോ? റാ നമ്മൾ ഇങ്ങോട്ട് റാ എഴുതുന്നത് നമ്മൾ മേളിലേക്കാക്കി തിരിച്ചെടുക്കുന്നുണ്ട്. ഓക്കെ. എന്നിട്ട് നോക്കിയിരിക്കണേ. അതിൻ്റെ ഉള്ളിൽ കൂടെ അത് ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ രാ എഴുതത്തില്ലേടാ? രാ എഴുതത്തില്ലേ? രാ നമ്മൾ തിരിച്ചിങ്ങനെ എഴുതുന്നത്. മനസ്സിലായോ? രാ എഴുതുന്നത് തിരിച്ചെഴുതുന്നത്. അങ്ങനെ കൊണ്ടുവന്നിട്ട് എന്താ ചെയ്യുക? ആനയുടെ തുമ്പിക്കൈ പോലെ വളച്ചിങ്ങനെ കൊണ്ടുവരുമല്ലേ? അപ്പം എന്തക്ഷരായത്? ഴാ. എഴുതാൻ പറ്റുമോ? ശ്രദ്ധിച്ചിരുന്നാൽ മതി ക്ലാസ്സിൽ കേട്ടോ. പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും കൂട്ടുകാർക്ക്. അപ്പം നമ്മൾ രാ തിരിച്ചിട്ടിട്ട്
രാ തിരിച്ചിട്ടിട്ട് എന്താ ചെയ്യാ? ആനയുടെ തുമ്പിക്കൈ പോലെ താഴത്തേക്ക് കൊണ്ടുവരുമല്ലേ? എന്തായി? രാ. രാ വെച്ചിട്ടൊരു വാക്ക് പറയാവോ? രാ വെച്ചിട്ടൊരു വാക്ക് പറയാവോ? മഴ. മഴ എന്ന് എഴുതാൻ സിമ്പിൾ ആണല്ലേ? നോക്കാം നമുക്ക്. മാ ഴ. എന്താണ്? മഴ. ഓക്കെ അല്ലേ? വായിക്കണോ ഒന്നുകൂടി? മാ ഴ. ഴ എഴുതാം നമുക്ക്. എങ്ങനെയാ ഴ എഴുതുന്നേ? രാ തിരിച്ചിട്ടിട്ട് എന്ത് ചെയ്യും? ആനയുടെ തുമ്പിക്കൈ പോലെ താഴേക്ക് വരക്കൂല്ലേ? എന്തായി? ഴ. ഓക്കെ അല്ലേ? നമുക്ക് 1-2 തവണ കൂടി എഴുതാം കേട്ടോ. എഴുതി എഴുതി വരുമ്പോ കൂട്ടുകാർ പഠിക്കും. ഴ. പറഞ്ഞോണ്ട് എഴുതിക്കേ. ഴ. രാ എഴുതി. രാ എന്ത് ചെയ്യും? തിരിച്ചെഴുതിയിടും അല്ലേ? ഴ എന്താ ചെയ്യാ? തിരിച്ചെഴുതിയിടും. എന്നിട്ട് നമ്മള് ആനയുടെ തുമ്പിക്കൈ പോലെ തിരിച്ചു വെക്കുന്നുണ്ടല്ലേ? അപ്പൊ എന്തക്ഷരായി? ഴ. അപ്പൊ ഈ ക്ലാസ്സിൽ നമ്മൾ എത്ര വാക്കുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു? സ, ഹ, ള, ഴ. ലാസ്റ്റത്തെ അക്ഷരം എന്താടാ? റായാണല്ലേ? ലാസ്റ്റത്തെ അക്ഷരം റായാണ്. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാൻ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഇവിടെ എഴുതട്ടെ. മഴ. നമ്മൾ എഴുതിയല്ലോ, എക്സാമ്പിൾ എഴുതി. എല്ലാത്തിനും ഓരോ എക്സാമ്പിൾ വെച്ച് നമ്മൾ എഴുതിയിട്ടുണ്ട്. സായിക്ക് നമ്മൾ 2 എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട് അല്ലേ? ഏതൊക്കെയാണ്? സർപ്പം, സർപ്പം, സവാള. ഹാ വെച്ചിട്ട് എന്തൊക്കെയാണ്? ഹംസം. ലാ വെച്ചിട്ട് എന്താണ്? സവാള. രാ വെച്ചിട്ട് മഴ. ഓക്കെ അല്ലേ? ഇനി നമ്മൾ എന്തക്ഷരാ ലാസ്റ്റ് പഠിക്കാനുള്ളത്? റായാണല്ലേ? റാ എഴുതാൻ കൂട്ടുകാർക്ക് അറിയാലോ. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ റാ എഴുതാനാണല്ലേ പഠിച്ചിട്ടുണ്ടായിരുന്നത്. റാ എഴുതാൻ ഭയങ്കര സിമ്പിളാണ്. നോക്കിക്കോ. റാ. എന്തക്ഷരാടാ? റാ. അറിയാന്നോ? ഇത് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചതാ. അപ്പൊ പിന്നെ അറിയാതിരിക്കോ കൂട്ടുകാർക്ക്? എന്താണിത്? റാ. റാ വെച്ചിട്ടൊരു വാക്ക് പറയാവോ? വറ. വറ. ഇവിടെ എഴുതട്ടെ വറാന്ന്. നോക്കിയിരിക്കണേ. വാ റാ. എന്താണിത്? വറ. എഴുതാം നമുക്ക് ഒന്നുകൂടി. റാ, റാ, റാ. എത്ര റാ എഴുതി നമ്മള്? 5 റാ എഴുതിയല്ലേ? കൂട്ടുകാർക്ക് റായൊന്നും അധികം എഴുതണ്ട, കൂട്ടുകാർക്ക് അറിയാവുന്നതാണ്. നമ്മൾ ആദ്യത്തെ ക്ലാസ് മുതലേ പഠിക്കുന്നതാണല്ലേ റാ എഴുതാനായിട്ട്. അപ്പൊ റാ വെച്ചിട്ടുള്ള ഒരു വാക്ക് എന്താണ്? വറ അല്ലേ? ശരിയാണോ? അപ്പോ നമ്മള് വ്യഞ്ജനാക്ഷരങ്ങൾ അക്ഷരങ്ങൾ മുഴുവനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ക്ലാസ്സിൽ എന്താ പഠിക്കുക നമ്മള്? അടുത്ത ക്ലാസ്സിൽ വള്ളിയും ദീർഘമൊക്കെ ഇട്ട് എഴുതാൻ പഠിക്കണ്ടേ? അപ്പം അടുത്ത ക്ലാസ്സിൽ നമുക്ക് വള്ളിയും ദീർഘമൊക്കെ ഇട്ട് എഴുതാൻ പഠിക്കാം. ഈ ക്ലാസ്സിൽ പഠിച്ച ഒന്നുകൂടെ പറയാം നമുക്ക്. റെഡിയാണോ? എല്ലാവരും നോട്ട്ബുക്കിലേക്ക് ഇത് എഴുതിയെടുത്തായിരുന്നല്ലോ. എഴുതിയില്ലേ? ഒന്ന് ഇവിടെ ശ്രദ്ധിച്ചിരിക്കേ. നമുക്ക് ആദ്യം തൊട്ട് ഒന്നും കൂടെ വായിക്കാം. ശ്രദ്ധിച്ചിരിക്കണേ. എന്തൊക്കെ അക്ഷരങ്ങളായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്? സ, ഹ, ള, ഴ, റ. അയ്യോ, ഒരു അക്ഷരം കൂടി ഉണ്ടായിരുന്നടാ, ഇത് വിട്ടുപോയി നമ്മള്. ഇക്ഷ. ഇക്ഷ എഴുതാൻ പഠിച്ചില്ലല്ലേ? എവിടെ എഴുതും? ഇവിടെ താഴെ എഴുതട്ടെ ഇക്ഷ. കാണാൻ പറ്റുമോ? നോക്കിയിരിക്കണേ. ഇക്ഷ എങ്ങനെ എഴുതുന്നേന്ന്? ഇതിവിടെ എഴുതട്ടെ? എഴുതട്ടെ? കായ എഴുതിയിട്ട് നമ്മള് വ്യഞ്ജനാക്ഷരങ്ങളിൽ ആദ്യത്തെ അക്ഷരം ഏതായിരുന്നു പഠിച്ചത്? കായായിരുന്നു അല്ലേ? അപ്പൊ കായ എഴുതിയിട്ട് എന്താ ചെയ്യാ? കായുടെ കൂട്ടത്തില് ഒരു ഷ എഴുതി കൊടുക്കുന്നുണ്ട്. ഷ. അപ്പൊ എന്തക്ഷരായി? ഇക്ഷ. ഇക്ഷ വെച്ചിട്ടൊരു വാക്ക് പറയാവോ കൂട്ടുകാർക്ക്? ക്ഷമ. ക്ഷമ. താഴെ എഴുതട്ടെ ഞാന്. കായ എഴുതിയിട്ട് എന്താടാ ചെയ്യാ? കായ എഴുതിയിട്ട് ഷ എഴുതി കൊടുക്കണുണ്ടല്ലേ? ക്ഷ. മ. എങ്ങനെയാ കൂട്ടി വായിക്കുന്നേ? ക്ഷമ. നമ്മൾ ഈ 2 അക്ഷരങ്ങളും കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നതാണ്. കൂട്ടുകാർ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എഴുതിയെടുക്കാൻ പറ്റും അല്ലേ? ഓക്കെ അല്ലേ? നമുക്ക് എഴുതാം. കായ എഴുതിയിട്ട് എന്താടാ ചെയ്യാ?
ഷ. എന്തക്ഷരാണിത്? ക്ഷ. താഴെ ആയതുകൊണ്ട് എഴുതാൻ പറ്റുന്നില്ല. ഇങ്ങനെ നോക്കിയിരിക്കണേ. കാ എഴുതിയിട്ട് മനസ്സിലായോ? ഇക്ഷ, ക്ഷമ. എഴുതണോ? ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ട്, നമുക്ക് ഇവിടെ രണ്ടെണ്ണം കൂടി എഴുതാട്ടാ. കായ എഴുതി. കായ എഴുതിയിട്ട് എന്താ ചെയ്യാ? ഷാ എഴുതുന്നുണ്ടല്ലേ നമ്മളവിടെ. ഇപ്പൊ എന്തക്ഷരായി? ക്ഷ. വായിച്ചേ. ക്ഷ, ക്ഷമ. അപ്പോ നമ്മളെ വ്യഞ്ജനാക്ഷരങ്ങൾ ആദ്യം മുതൽ കാ തൊട്ട് ഇക്ഷ വരെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓരോ പാർട്ടായിട്ടാണ് ചെയ്തിട്ടുള്ളത്. കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മളുടെ വീഡിയോ ആദ്യം മുതൽ പാർട്ട് 1 തൊട്ട് കാണാൻ ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ ആദ്യം തൊട്ട് പഠിക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് ഈ ക്ലാസ്സിൽ നമ്മൾ സാ തൊട്ട് ഇക്ഷ വരെ ഒന്നും കൂടെ പറയാം. ഓക്കെ അല്ലേ? ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ എല്ലാവരും. സാ, ഒപ്പം പറയേ. സാ, ഹാ, ലാ, ഴാ, റാ, ഇക്ഷ. സാ വെച്ചിട്ട് നമ്മൾ ഏതൊക്കെ വാക്കുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു? സർപ്പം, സവാള. 2 വാക്ക് പഠിച്ചല്ലേ? അടുത്ത എന്താണ്? ഹാ വെച്ചിട്ടായിരുന്നു. ഹംസം. എന്താണ്? ഹംസം. അടുത്ത എന്താടാ? ലാ വെച്ചിട്ട് എന്താ പഠിച്ചത്? ത, വ, ള. തവള. ഇവിടെ ശ്രദ്ധിച്ചിരിക്കേ, പുറത്തേക്ക് നോക്കിയിരിക്കില്ലേ? തവള. അടുത്ത അക്ഷരം എന്തായിരുന്നു? ഴ. ഴ വെച്ചിട്ട് എന്താ പഠിച്ചത് നമ്മള്? മഴ. മാ, ഴ. അടുത്ത അക്ഷരം എന്തായിരുന്നു? റായായിരുന്നല്ലേ? റാ വെച്ചിട്ട് ഏത് വാക്കാ പഠിച്ചത്? വാ, റ. വറ. ലാസ്റ്റത്തെ അക്ഷരം എന്താടാ? ക്ഷ. ക്ഷ വെച്ചിട്ട് ക്ഷമ. ക്ഷ, മ. ഓക്കെ അല്ലേ? പഠിച്ചോ എൻ്റെ മക്കള്? അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴത്തേക്കും 2 ലൈനിൽ ഇത്രയും എഴുതിക്കൊണ്ട് വരണം. എഴുതിയാൽ മാത്രം പോരാ കേട്ടോ, പഠിച്ചുകൊണ്ട് വരണേ. അപ്പം നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ, സീ യു.